അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിനായിട്ട് ഒരു ബൗളിലേക്ക് 250 ml കപ്പിന് 4 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. അപ്പം ഇതുപോലത്തെ അളവ് കപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ ചായയും വെള്ളമൊക്കെ കുടിക്കുന്ന ഗ്ലാസിൻ്റെ അളവിൽ മാവ് അളന്നെടുക്കുക. അപ്പോൾ ദാ 4 കപ്പ് മൈദയും ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഗ്ലാസിൻ്റെ അളവിലാണെന്നുണ്ടെങ്കിൽ 4 ഗ്ലാസ് മൈദ അളന്നെടുക്കാം. ഇനി മൈദയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മൾ 2 കപ്പ് മൈദയാണ് എടുക്കുന്നതെങ്കിൽ 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഞാൻ 4 കപ്പ് മൈദ എടുത്തത് കൊണ്ട് 2 ടീസ്പൂൺ പഞ്ചസാരയാണ് എടുക്കുന്നത്. പഞ്ചസാര ചേർക്കുമ്പോൾ ചെറിയൊരു ബ്രൗൺ നിറമൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ടും ഒക്കെയാണ് പഞ്ചസാര ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു കോഴിമുട്ടയാണ്. ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അടിച്ച് പതപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതിയാവും. പിന്നെ നിങ്ങൾക്ക് മുട്ട ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ മുട്ട ചേർക്കേണ്ട ആവശ്യമില്ല. മുട്ട ചേർക്കാതെ ബാക്കിയെല്ലാം ചേർത്തിട്ട് ചെയ്തിട്ടെടുക്കാവുന്നതാണ്. വേണമെന്നുണ്ടെങ്കിൽ മാത്രം പുളിപ്പില്ലാത്ത 2 ടേബിൾ സ്പൂൺ തൈര് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം മുട്ടയ്ക്ക് പകരമായിട്ട്. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒരു കൈ വെച്ചോ അല്ലെങ്കിൽ വിസ്ക് വെച്ചിട്ടോ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്ത ഉപ്പും പഞ്ചസാരയും മുട്ടയും മാവിൻ്റെ എല്ലാ ഭാഗത്തും എത്തണം. അപ്പം മാവ് ദാ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചൂടുള്ള പാലാണ്. 1/2 കപ്പാണ് ഒഴിച്ചു കൊടുക്കുന്നത്. തിളപ്പിച്ചിട്ട് ചെറിയ ചൂടോടുകൂടി ചേർത്തിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് കൈ വെച്ചിട്ട് ഒന്ന് കുഴയ്ക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്തിട്ട് കുഴച്ചെടുക്കാം. എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പാല് ഇഷ്ടമല്ലാത്തവർക്ക് വെള്ളം മാത്രം ഒഴിച്ചിട്ട് ചെയ്താലും മതി. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തു. ബാക്കി വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പം ഞാൻ 1/2 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മളെടുക്കുന്ന ഓരോ മൈദയ്ക്കനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിനും വ്യത്യാസം വരും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നോക്കിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴയ്ക്കുന്നതിനേക്കാളും കുറച്ച് ലൂസായിട്ട് ഒന്ന് കുഴച്ചിട്ടെടുക്കുക. അപ്പോൾ ഞാൻ 1/2 കപ്പ് ഫുള്ള് ഒഴിച്ചു കൊടുത്തു. ഞാനിപ്പോൾ 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. കറക്റ്റ് പാകത്തിനുള്ള വെള്ളമാണ്. നമ്മളിതിലേക്ക് 1/2 കപ്പ് പാലും 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇത് നല്ല സോഫ്റ്റാക്കി ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പം മാവ് ദാ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി മാവ് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് ഒരു 10 മിനിറ്റെങ്കിലും നല്ലതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് ഒന്ന് മാവ് സോഫ്റ്റാക്കി എടുക്കാം. നമ്മൾ കുഴച്ചെടുത്ത മാവ് ഇതുപോലെ കൈകൊണ്ട് തേച്ച് മാവ് നല്ല സോഫ്റ്റാക്കി എടുക്കുക. ഇതുപോലെ ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാം. ഇനി നമ്മൾ ഉരുട്ടി സോഫ്റ്റാക്കി എടുത്ത മാവ് ഒരു ബൗളിലേക്ക് വെച്ച് കൊടുക്കാം. മാവ് ഇപ്പോൾ നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്, കണ്ടില്ലേ? അപ്പോൾ ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. 2-3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഈ എണ്ണയിൽ കിടന്നാണ് മാവ് സോഫ്റ്റായി വരുന്നത്. 3 ടേബിൾ സ്പൂൺ എണ്ണ വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. എല്ലാ ഭാഗത്തും ഒന്നാക്കി കൊടുക്കുക. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് ഏത് എണ്ണ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. എല്ലാ ഭാഗത്തും ഒന്നാക്കി കൊടുത്തതിന് ശേഷം ഇനി മാവ് നമുക്ക് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നാൽ മാത്രമേ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതൊന്ന് കവർ ചെയ്ത് വെക്കാം. വെള്ളത്തിൽ മുറുക്കി പിഴിഞ്ഞ ഒരു കോട്ടൺ ടവൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് വെക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് കവർ ചെയ്ത് വെച്ചാലും മതി. അപ്പോൾ നമ്മൾ മാവ് കുഴച്ച് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു 2 മണിക്കൂർ ആയിട്ടുണ്ട്. 4 മണിക്കൂറൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ല സോഫ്റ്റും ആയിരിക്കും, നല്ല ലെയറും കിട്ടും. ഇനി മാവ് ബോൾസ് ആക്കി ഉരുട്ടിയെടുക്കാം. ഇതുപോലെ നമുക്ക് എത്രയാണോ വലിപ്പം വേണ്ട അനുസരിച്ച് ഇതുപോലെ ബോൾസ് ആക്കി എടുക്കാം. അപ്പോൾ ഇതുപോലെ ഒട്ടും സ്ക്രാച്ച് ഒന്നും ഇല്ലാതെ മാവ് ബോൾസ് ആക്കി എടുക്കുക. ഉരുളകളെല്ലാം ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഉരുട്ടിയെടുത്ത ഉരുളകൾ ആ ബൗളിൽ തന്നെ വെച്ച് കൊടുക്കുക. ആ ബൗളിൽ കുറച്ച് എണ്ണ ഉണ്ട്. എണ്ണ ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ബാക്കിയുള്ള ഈ എണ്ണയിൽ തന്നെ നമുക്ക് ഉരുള പിടിച്ചത് വെച്ച് കൊടുക്കാം. വീണ്ടും നമുക്ക് മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം.
ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം, ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എണ്ണ ഒഴിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ മുറുക്കി പിഴിഞ്ഞ ഒരു കോട്ടൺ ടവൽ വെച്ചിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പം നമ്മൾ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന സമയം കൊണ്ട് ഒരു മിക്സിയിലെ ചെറിയ ജാറിലേക്ക് 4 ടേബിൾ സ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കാം. മുഴുവൻ കുരുമുളകാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 4 ടേബിൾ സ്പൂൺ കുരുമുളക് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വലിയ ജീരകം ചേർത്ത് കൊടുക്കാം. പെരുംജീരകമാണ്. ഞാനിപ്പോൾ കാണിക്കുന്നത് 1 കിലോ ചിക്കൻ്റെ അളവിലാണ് ഇതൊക്കെ കാണിക്കുന്നത്. 1/2 കിലോ ചിക്കൻ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാം പകുതി ഇൻഗ്രീഡിയൻസ് എടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ ചെറിയ ജീരകമാണ്. കൂടി പോകരുത്, 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് തരിതരിപ്പായിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ അതെല്ലാം ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം ഞാനൊരു കടായിൽ 1 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കിയതായി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പൊടിച്ചെടുത്തത് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൽ നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ല. ഈ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ലാസ്റ്റിൽ നമുക്ക് ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ അപ്പം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് 2 മീഡിയം സൈസ് സവാള ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് ചേർക്കാം. 6 പച്ചമുളക് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്താണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എരിവുള്ള മുളക് ആയതുകൊണ്ടാണ് 6 എടുത്തിട്ടുള്ളത്. എരിവില്ലാത്ത മുളകാണെന്നുണ്ടെങ്കിൽ ഒരു 8 ഒക്കെ എടുക്കുക. അവരവരുടെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി പേസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി 1 തണ്ട് കറിവേപ്പില ചെറുതായിട്ട് മുറിച്ചത് ചേർക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓൺ ആക്കിയിട്ട് മൂടി വെച്ച് ലോ ടു മീഡിയം ഫ്ലെയിം വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ചിക്കൻ വേവിക്കാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ചിക്കനിൽ നിന്നും വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇതുപോലെ വെള്ളം ഇറങ്ങി വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ തിളച്ച 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി കുറച്ചും കൂടെ ഒന്ന് വേവാനുണ്ട്. മൂടി വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിം തന്നെ വെച്ച് കൊടുക്കാം. അപ്പോൾ ചിക്കൻ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കൊരു കടായിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടാവട്ടെ. 2 ചെറിയ കഷ്ണം പട്ട ചേർക്കാം. ഒരു 6 ഗ്രാമ്പു ചേർക്കാം. ഒരു 2 ഏലക്കയും കൂടി ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം മീഡിയം ഫ്ലെയിം വെക്കുക. ഇതൊന്ന് മൂത്ത് വരണം. ഇതൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഒരു 30 സെക്കൻഡ് ആകുമ്പോൾ ഇതൊന്ന് മൂത്ത് വരും. ഈ ഒരു സമയം 2 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്തതും ഒരു 8 അല്ലി വെളുത്തുള്ളി നീളത്തിൽ കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു പച്ചമണം മാറി കിട്ടുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. പച്ചമണമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം 2 സവാള നീളത്തിൽ കട്ട് ചെയ്ത് ചേർക്കാം. സവാള വഴറ്റിയെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. സവാള എല്ലാം ഒന്ന് വഴന്ന് വരട്ടെ. അപ്പോൾ സവാളയൊക്കെ ജസ്റ്റ് ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഈ ഒരു സമയം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ വേവിച്ച ചിക്കനിൽ എരിവ് നോക്കിയിട്ട് എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ ഒരു 2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ആ മഞ്ഞൾപ്പൊടിയുടെ പച്ചക്കുത്തിലൊക്കെ ഒന്ന് മാറിയതിന് ശേഷം 2 തക്കാളി കട്ട് ചെയ്തതിലേക്ക് ചേർക്കാം. ഈ തക്കാളി എല്ലാം ഒന്ന് വാടി ഉടഞ്ഞു വരണം. വേണമെന്നുണ്ടെങ്കിൽ മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ തക്കാളിയൊക്കെ വാടി ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ക്യാപ്സിക്കം ആണ്. പച്ച കളർ ക്യാപ്സിക്കം ആണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം ചേർത്താൽ മതി. എല്ലാം കൂടിയിട്ട് 3 കളറുള്ള ക്യാപ്സിക്കവും ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പാണ് എടുക്കുന്നത്. പച്ച കളറിലുള്ള ക്യാപ്സിക്കം മാത്രമാണെന്നുണ്ടെങ്കിൽ 1 കപ്പ് പച്ച കളറിലുള്ള ക്യാപ്സിക്കം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എൻ്റെ കയ്യിലുള്ളത് കൊണ്ടാണ് 3 കളറുള്ള ക്യാപ്സിക്കം ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഉള്ളിത്തണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1/2 കപ്പ് ചേർത്ത് കൊടുക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം. ഇത് അധികം വേവൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മാത്രം മതി. ഒരു 30 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 3 പച്ചമുളക് ലാസ്റ്റിൽ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ എരിവൊക്കെ നോക്കിയിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. നല്ല എരിവൊക്കെ ആണെന്നുണ്ടെങ്കിൽ പച്ചമുളക് ഒഴിവാക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പാണ്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ സോയ സോസ് ചേർക്കാം. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതെല്ലാം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സോസിലൊക്കെ ഉപ്പുണ്ട്, അത് നോക്കിയിട്ട് വേണം. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. നമ്മൾ വീണ്ടും ചിക്കൻ വേവിക്കാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റും കൂടെ ആയിട്ടുണ്ട്. ടോട്ടൽ 20 മിനിറ്റാണ് ചിക്കൻ വേവിക്കാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ചിക്കനൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്.
ഇനി നമ്മൾ വേവിച്ചെടുത്ത ചിക്കൻ ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അപ്പോൾ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കശുവണ്ടി പരിപ്പ് ഒരു 1/4 കപ്പ് വെള്ളത്തിൽ അരച്ചെടുത്തിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ എല്ലാം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ല ഒരു ടേസ്റ്റും പ്രത്യേക മണവും കിട്ടുന്നതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. റെസ്റ്റോറൻറ്റുകളിലൊക്കെ ഇങ്ങനെയാണ് ചെയ്തിട്ടെടുക്കുന്നത്. കൂടെ തന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന റെസ്റ്റോറൻറ്റുകളിൽ നിന്നും കിട്ടുന്ന പെപ്പർ ചിക്കൻ റോസ്റ്റ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വയ്ക്കാം. ഓഫാക്കിയിട്ട് മൂടി വയ്ക്കാം. 5 മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ചിക്കൻ പെപ്പർ റോസ്റ്റ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഒരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ മാവ് നമ്മൾ ഉരുട്ടിയെടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ മൂടി വെച്ചിട്ട് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. 1.5 മണിക്കൂർ 2 മണിക്കൂർ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതായിരിക്കും. ഇനി ഇതിൽ നിന്നും മാവ് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. 1 ഉരുള മാവ് എടുക്കുക. അപ്പോൾ കൗണ്ടർ ടോപ്പിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എല്ലാ ഭാഗത്തും ഇതുപോലെ കൈ വെച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഉരുട്ടിയെടുത്ത 1 ഉരുള മാവ്. ഇനി ഈ മാവ് നമുക്ക് കൈകൊണ്ട് തന്നെ പരത്തിയെടുക്കാം. നിങ്ങൾക്ക് വീശി അടിക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് കൈകൊണ്ട് പരത്തിയെടുക്കാൻ പറ്റും. നല്ല മാവ് നല്ല സോഫ്റ്റാണ്. അപ്പോൾ നടുക്ക് നിന്ന് ഇതുപോലെ ഒന്ന് പരത്തി എല്ലാ ഭാഗവും നൈസായിട്ട് പരത്തിയെടുക്കുക. അപ്പോൾ ഇതുപോലെ നല്ല നൈസായിട്ട് പരത്തിയെടുക്കുക. റോളർ വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരത്തിയെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ പരത്തിയെടുക്കുക. ഇതുപോലെ കൈ വെച്ചിട്ട് നമുക്ക് നല്ല മാവ് സോഫ്റ്റ് ആയതുകൊണ്ട് ഇങ്ങനെയും പരത്തിയെടുക്കാം. വീശി അടിക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തിട്ടെടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എല്ലാ ഭാഗത്തും ഒന്നാക്കി കൊടുക്കുക. ഇനി കുറച്ച് മൈദ ഒന്ന് വിതറി കൊടുക്കുക. എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി മാവെല്ലാം കൂടിയിട്ട് ഒന്ന് കൂട്ടിപ്പിടിച്ചെടുക്കുക. ഒന്ന് കൂട്ടിപ്പിടിച്ച് ഒന്ന് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുക. എന്നിട്ട് ബാക്കി വരുന്ന ഭാഗം ഇതുപോലെ അടിയിലോട്ട് ആക്കി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയെല്ലാം റെഡിയാക്കി എടുക്കുക. അപ്പോൾ എല്ലാ മാവും ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ മാവ് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. വീണ്ടും വെള്ളത്തിൽ മുറുക്കി പിഴിഞ്ഞ കോട്ടൺ ടവൽ മൂടിയിട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉടനെയും ചുട്ടെടുക്കാം. വീണ്ടും നമ്മൾ മാവ് ഒരു 15 അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പോൾ ഇനി ഇതിൽ നിന്നും ഒരെണ്ണം എടുക്കാം. ഇനി ഇതുപോലെ ഒരെണ്ണം എടുത്തിട്ട് കൗണ്ടർ ടോപ്പിൽ വെക്കുക. അപ്പോൾ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് പരത്തിയാൽ മതി. ഒരുപാട് പരത്തി വലുതാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കുക. അപ്പോൾ ഈ ഒരു രീതിക്ക് ബാക്കിയെല്ലാം നമുക്ക് പരത്തിയെടുക്കാം. ഇനി ഇത് ചുട്ടെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു തവ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് എണ്ണ ഒന്ന് ബ്രഷ് ചെയ്യാം. 3 എണ്ണം ഒരുമിച്ചിട്ടാണ് നമ്മൾ ചുട്ടെടുക്കുന്നത്. പരത്തി വെച്ചത് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുക. മുകളിലും കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരു വശം ഒന്ന് മൊരിഞ്ഞ് വരട്ടെ. ഫ്ലെയിം മീഡിയം ടു ലോ ഫ്ലെയിം വെക്കുക. കാരണം എന്ന് വെച്ചാൽ ഇത് കുറച്ച് കനത്തിലാണ് നമ്മൾ പരത്തി എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് വെന്ത് കിട്ടണം. അപ്പോൾ ഒരു വശം ഒന്ന് കുക്കായി വരുന്ന സമയത്ത് നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഈ വശം ഇതുപോലെ ഒന്ന് മൊരിഞ്ഞ് കുക്കായി വരണം. അപ്പോൾ 2 സൈഡും മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ സൈഡിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പിടിച്ചു വെച്ചിട്ട് മൊരിച്ചിട്ട് എടുക്കുക. ഇപ്പോൾ 2 സൈഡും കറക്റ്റ് പാകത്തിന് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തവയിൽ നിന്നും എടുത്ത് മാറ്റാം. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയെല്ലാം ചുട്ടെടുക്കാം. ഇനി നമ്മൾ ചുട്ടെടുത്ത ബൺ പൊറോട്ട നമുക്കൊന്ന് അടിച്ചെടുക്കാം. ചൂടോടുകൂടി അടിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ കോട്ടൺ ടവലിൻ്റെ ഉള്ളിൽ ഈ ബൺ പൊറോട്ട വെച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ജസ്റ്റ് ചെറുതായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ബൺ പൊറോട്ട എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബൺ പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ അതാ കടല് നല്ല ലെയറായിട്ട് ഇതാ കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. റെസ്റ്റോറൻറ്റിൽ നിന്നും കിട്ടുന്ന അതേ ടേസ്റ്റിൽ തയ്യാറാക്കിയെടുത്ത പെപ്പർ ചിക്കൻ റോസ്റ്റും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതുപോലെ ബൺ പൊറോട്ടയും ചിക്കൻ പെപ്പർ റോസ്റ്റും തയ്യാറാക്കി നോക്കുക. അപ്പം നിങ്ങൾ എന്തായാലും ഇതുപോലെ പെപ്പർ ചിക്കൻ റോസ്റ്റും ബൺ പൊറോട്ടയും തയ്യാറാക്കി നോക്കുക. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്